നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചത്, അയൽവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിച്ചത്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം രണ്ടുപേരെ പറഞ്ഞതിൽ ഒന്ന് സഅദ് ബിൻ ഉബാദയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു അയൽവാസി. ഈ സഅദ് ബിൻ ഉബാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അദ്ദേഹവുമായിട്ടുള്ള ചരിത്രം വളരെ വിശാലമായി നമ്മൾ വായിക്കും. അൻസാരികളുടെ മദീനയുടെ ചരിത്രത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഒരിക്കൽ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഹാബികൾ ഇരിക്കുകയാണ്. കുറേ പേരുണ്ട്, ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു അൻസാരി ആ വഴിയെ കടന്നു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടൻ അൻസാരിയോട്, യാ അഖൽ അൻസാർ മാ ഫഅല സഅദ് ബിൻ ഉബാദ മാ ഫഅല അഖി സഅദ് ബിൻ ഉബാദ. അൻസാരിയായ വ്യക്തിയെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ സഹോദരൻ സഅദ് ബിൻ ഉബാദ എന്ത് ചെയ്യുന്നു? അപ്പോൾ സഅദ് ബിൻ ഉബാദ രോഗിയായിരുന്നു. അപ്പോൾ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ ഫഅല അഖി സഅദ് ബിൻ ഉബാദ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻസാരി പറഞ്ഞു, സാലിഹുൻ, അദ്ദേഹം മെച്ചപ്പെട്ട ഹാലിലാണ്, അവസ്ഥയിലാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഇരിക്കുന്നവരോട്, മൻ യഊദുഹു മിൻകും, നിങ്ങളിൽ ആരുണ്ട് സഅദ് ബിൻ ഉബാദയെ രോഗസന്ദർശനം നടത്താൻ? ഇബ്നു ഉമർ പറയാണ്, ഫഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖുംനാ മഅഹു, ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു, ഞങ്ങളും എഴുന്നേറ്റു. ഞങ്ങൾ ബിദ്അത അശർ, 10 ചില്ലാനം ആളുകളുണ്ട്, ഞങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഅദ് ബിൻ ഉബാദയുടെ വീട്ടിലേക്ക് പോയി. ആ പോക്കിനെ കുറിച്ച് പറയാണ്, മാ അലൈനാ നിആലുൻ വലാ ഖിഫാഫുൻ വലാ ഖലാനിസു വലാ ഖുമുസുൻ, ഞങ്ങളിൽ ആർക്കും പാദരക്ഷ ഉണ്ടായിരുന്നില്ല, ഖുഫ ചെരുപ്പുണ്ടായിരുന്നില്ല, ഖുഫയുണ്ടായിരുന്നില്ല, ശിരോവസ്ത്രമോ ഖുമുസ് കുപ്പായങ്ങളോ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഞങ്ങൾ ആ പോക്ക്. അതും പോകുന്നത് ഫീ തിൽക സിബാഹ്, ചതുപ്പ് നിലം താണ്ടിയാണ് ഞങ്ങൾ നഗ്നപാതരായിട്ട് സഅദ് ബിൻ ഉബാദയെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തത്രപ്പെട്ടു പോവുകയുണ്ടായത്. അങ്ങനെ തിരുദൂതർ സഅദ് ബിൻ ഉബാദയുടെ വീട്ടിലെത്തി, അയൽവാസിയുടെ വീട്ടിലെത്തി. എന്നിട്ട് വീട്ടുകാരോട് ചോദിച്ചു. അപ്പോൾ സഅദ് ബിൻ ഉബാദ ബോധക്ഷയം ഏറ്റിക്കിടക്കുകയാണ്, ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ആ മുഖം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അഖദ് ഖദ, സഅദ് മരിച്ചോ? അപ്പോൾ അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, തിരുദൂതരെ മരിച്ചിട്ടില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, ഇബ്നു ഉമറൊക്കെ പറയാണ്, ഫബക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിൻ്റെ ആ ഹാല് കണ്ട് കരയുകയുണ്ടായി. ആ കരച്ചിൽ കണ്ട് സഹാബികൾ പറയാണ്, ഞങ്ങളും കരഞ്ഞുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ കരയുന്നത് കണ്ടപ്പോൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അലാ തസ്മഊൻ ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐനി വലാ ബിഹുസ്നിൽ ഖൽബ്, നിങ്ങൾ കേൾക്കണം, കേൾക്കുന്നില്ലേ? അള്ളാഹു കണ്ണ് കരയുന്നത് കൊണ്ടും ഖൽബ് ദുഃഖിക്കുന്നത് കൊണ്ടും ആരെയും ശിക്ഷിക്കുകയില്ല. വലാകിൻ യുഅദ്ദിബു ബിഹാദ, നാവിലേക്ക് ചൂണ്ടിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു ശിക്ഷിക്കുകയാണ് എങ്കിൽ ഇതുകൊണ്ടാണ് ശിക്ഷിക്കുക. ഔ യർഹം, അല്ലെങ്കിൽ കരുണ കാണിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ആർത്തട്ടഹസിച്ച് വിലപിച്ച് വേപത് പൂണ്ട് അക്ഷമനായി കരയുമ്പോഴാണ്, അതാണ് നാവിൻ്റെ കരച്ചിൽ, അതിലാണ് അള്ളാഹു ശിക്ഷിക്കുക. നാവ് കൊണ്ട് നല്ലത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു കരുണ കാണിക്കുക. എന്നാൽ ഒരാൾ കണ്ണുകൊണ്ട് കരഞ്ഞു, കൽബ് കൊണ്ട് ദുഃഖിച്ചു എന്നതിനാൽ ഒരിക്കലും ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം പ്രതികരിക്കുകയുണ്ടായി. തൻ്റെ സഹോദരൻ അയൽവാസി സഅദ് ബിൻ ഉബാദ ദീനത്തിൽ കടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വിഷമം പ്രകടിപ്പിച്ച അയൽവാസിയുടെ, സഹോദരൻ്റെ, സഹചാരിയുടെ വിഷയത്തിൽ വേദന അറിയിച്ച ഒരു സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു വിഷയമാണ്. ഇതേപോലെ നമ്മൾ ഒരു വീട്ടിൽ സന്ദർശനം നടത്തി അല്ലെങ്കിൽ ഒരു ക്ഷണം സ്വീകരിച്ച് അവിടെ നിന്ന് വല്ലതും ഭക്ഷിച്ചാൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ദുആയാണ്, അഫ്തറ ഇൻദകുമുസ് സ്വാഇമൂൻ വഅഖല തആമകും അൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക, പുണ്യാളന്മാർ നിങ്ങളുടെ ഭക്ഷണം ഭക്ഷിച്ചിരിക്കുന്നു, നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ നോമ്പ് തുറന്നിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ നിർവഹിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഈ ദുആ നമ്മൾ മനസ്സിലാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അയൽവാസിയെ സന്ദർശിച്ച ചരിത്രം വായിക്കുമ്പോഴാണ്. ആ അയൽവാസി ഈ സഅദ് ബിൻ ഉബാദ ഇബ്നു ദുഹൈം അൽ ഖസ്റജിയാണ്. എന്താ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിനെ സന്ദർശിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞു. അപ്പം സഅദ് ഈ സലാം കേൾക്കുന്നുണ്ട്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം പറഞ്ഞപ്പോൾ സഅദ് സലാം മടക്കി, പക്ഷേ പതിയനെ മെല്ലെ. 3 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞു. 3 പ്രാവശ്യവും സഅദ് ആ സലാം പതുക്കെ മടക്കി. അപ്പോൾ സഅദിൻ്റെ പ്രതികരണം കേൾക്കാത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങാൻ ഓങ്ങിയപ്പോൾ സഅദ് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ സല്ലംത അവ്വല തസ്ലീമത്തിൻ ഇല്ലാ വഹിയ ഫീ ഉദുനി. റസൂലേ, നിങ്ങൾ ആദ്യ സലാം പറഞ്ഞപ്പോൾ തന്നെ അതെൻ്റെ കാതിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ദുആവും ബറക്കത്തും ഏറെ കിട്ടാൻ നിങ്ങൾ കേൾക്കാതെ മടക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഅദ് ബിൻ ഉബാദ വീട്ടിലേക്ക് ഹാർദവമായി ക്ഷണിച്ച് ഇരുത്തുകയുണ്ടായി. ഇതേപോലൊരു സംഭവം മറ്റൊരു അൻസാരിയുടെ വിഷയത്തിൽ നമ്മൾ വായിക്കും. അൽ ഹൈസം ഇബ്നുൽ ഹൈസം അല്ലെങ്കിൽ ഇബ്നു അബിൽ ഹൈസമിൻ്റെ ചരിത്രത്തിൽ വായിക്കും ഇതേപോലെ സലാം പതുക്കെ പറഞ്ഞ് പ്രതികരിച്ച വിഷയം. ഏതായാലും സഅദ് ബിൻ ഉബാദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സബീബ് ഭക്ഷിക്കാൻ കൊടുത്തു എന്നാണ്. സബീബ് എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരി. പിന്നെ ചില റിപ്പോർട്ടുകളിൽ സെയ്ത്തും ഖുബ്സും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നാണ്. ആ ഭക്ഷണം അവിടെ ഇരുന്ന് കഴിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അതാണ് അതിൽ അകല തആമകും അൽ അബ്റാർ വസല്ലത്ത് അലൈക്കുമുൽ മലായിക വ അഫ്തറ ഇൻദകുമുസ് സായിമൂൻ. ആ ക്രമത്തിലാണ് ഒരു റിവായത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രാർത്ഥന നിർവഹിച്ചിട്ടാണ് അവിടെ നിന്ന് സഅദ് ബിൻ ഉബാദയുടെ അടുക്കൽ നിന്ന് മടങ്ങുകയുണ്ടായത് എന്നാണ്.